കേന്ദ്രമന്ത്രിസഭാംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഇന്ന് വൈകിട്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. 30 ക്യാബിനറ്റ് അംഗങ്ങൾ, സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ, 36 കേന്ദ്ര സഹമന്ത്രിമാർ എന്നിവരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ധനകാര്യം, പ്രതിരോധം, ആഭ്യന്തര, വിദേശകാര്യം എന്നീ സുപ്രധാന വകുപ്പുകൾ BJP നിലനിർത്തും. വിവരങ്ങളുമായി ജിഷ്ണുവും ഐസനുമുണ്ട്. ആദ്യം ഐസനിലേക്കാണ്. ഐസൻ, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ സുപ്രധാന വകുപ്പുകൾ BJP നിലനിർത്തും എന്നതിനപ്പുറം ധനകാര്യവും പ്രതിരോധവും ആഭ്യന്തര വിദേശകാര്യം അത് കഴിഞ്ഞ ടേമിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ തുടർച്ച അനിവാര്യമാണ്. മാത്രമല്ല വിദേശകാര്യ ആ ഒരു നയത്തിലൊക്കെ നമ്മൾ ആർജിച്ചെടുത്ത ഒരു വിജയമുണ്ടല്ലോ, അതെല്ലാം തുടരേണ്ടിയിരിക്കുന്നു. അതുമായൊക്കെ ബന്ധപ്പെട്ടാണ് വീണ്ടും ഒരുപക്ഷെ ആ വകുപ്പുകൾ അതേ മന്ത്രിമാർ തന്നെ കൈകാര്യം ചെയ്തേക്കെന്നുള്ള സൂചനകൾ കിട്ടുന്നത്. ഇന്നെന്തായാലും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്ന സാഹചര്യമാണ്. ഈ വകുപ്പുകൾ സംബന്ധിച്ചും ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും എന്നുള്ളതാണോ? എങ്ങനെ നോക്കിക്കാണണം? തീർച്ചയായും ലക്ഷ്മി, ഇന്നലെ ഉണ്ടായ സത്യപ്രതിജ്ഞയിലുണ്ടായ കണക്കുകൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാവുന്നതാണ്. 31 ക്യാബിനറ്റ് മന്ത്രിമാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെ, പിന്നെ 5 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും പിന്നീട് ബാക്കിയുള്ള സഹമന്ത്രിമാരുടെയും ഒരു 72 പേരുടെ അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ പ്രായോഗികമായി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ക്യാബിനറ്റ് യോഗത്തിലായിരിക്കും പ്രധാന വകുപ്പുകളെല്ലാം തന്നെ അല്ലെങ്കിൽ മെയിൻ പോർട്ട്ഫോളിയോസ് എല്ലാം തന്നെ തീരുമാനിക്കപ്പെടുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചില നിഗമനങ്ങളിലെല്ലാം എത്താൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രാജ്നാഥ് സിംഗ് ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം, അതായത് രണ്ടാമതായി ഇരുന്നിരുന്നു എന്നതുകൊണ്ട് മാത്രം, കാരണം അത് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി, പലതരത്തിലുള്ള പാർലമെൻ്ററി ആക്ടിവിറ്റി സീനിയോറിറ്റി ഉൾപ്പെടെയുള്ള സീനിയോറിറ്റി കണക്കാക്കിയാണ് എങ്കിൽ കൂടി അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് ഉണ്ടായേക്കും, അല്ലെങ്കിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായേക്കുമെന്ന ചില സൂചനകളെല്ലാം തന്നെ വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത ഉണ്ടാകേണ്ടത് ഒരു ക്യാബിനറ്റ് യോഗത്തിന് മുന്നോടിയായി ഉണ്ടാകുന്ന സർക്കുലറുകളിൽ നിന്ന് മാത്രമാണ്. ഈ സർക്കുലറുകൾ PIB പുറത്തുവിടുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഏതാണ്ടൊക്കെ ഉറപ്പുള്ള ഒരു മന്ത്രിയുടെ കാര്യമെന്ന് നമുക്ക് പറയാവുന്നത് S. ജയശങ്കർ തന്നെയാണ്. കാരണം നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ S. ജയശങ്കറിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്, അദ്ദേഹം ദീർഘകാലം വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്യുകയും വിദേശകാര്യ സെക്രട്ടറിയായി തന്നെ ജോലി ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് വിദേശകാര്യ സെക്രട്ടറി, രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ക്യാബിനറ്റ് ചുമതലയുള്ള വിദേശകാര്യ മന്ത്രിയായി മാറുകയായിരുന്നു. ഈ വിദേശകാര്യ മന്ത്രിയായി അദ്ദേഹം മാറിയത് രാജ്യത്തിൻ്റെ തന്നെ ഒരു തലയെടുപ്പുയർത്തി എന്ന് തന്നെ നമുക്ക് പറയാവുന്നൊരു സാഹചര്യം വളരെ കൃത്യമായി ഉണ്ടാക്കി. മാത്രമല്ല എടുത്തു പറയേണ്ടത്, ഗ്ലോബൽ സൗത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അതായത് നിലവിലുള്ള നോർത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ പടിഞ്ഞാറൻ കേന്ദ്ര രാജ്യങ്ങളെ, വടക്കൻ ഭാഗങ്ങളെ, ഭൂമിയുടെ വടക്കൻ ഗോളത്തെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു പ്രധാന ലോക സഖ്യത്തെ മുഴുവനും തന്നെ സമാന്തരമായ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ, G20 കൊണ്ടുവരാൻ സാധിച്ചു എന്ന വലിയൊരു നേട്ടത്തിനെ ഭാരതത്തിനെ അർഹമാക്കിയത്, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ നേട്ടത്തിന് ഭാരതത്തെ അർഹമാക്കിയതിൽ കീ റോൾ, വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ച വ്യക്തിയാണ് S. ജയശങ്കർ. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് വിദേശകാര്യ രംഗത്ത് തന്നെയായിരിക്കും. മാത്രമല്ല തീർച്ചയായും നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലുള്ള ചില തുടർച്ചകളുടെ വിഷയങ്ങളെല്ലാം ഉണ്ട്. ആ തുടർച്ചയെല്ലാം യാഥാർത്ഥ്യമാകുന്നതിന് S. ജയശങ്കർ തന്നെയായിരിക്കും ഏറ്റവും ആപ്റ്റായ വ്യക്തി എന്ന കാര്യത്തിലും തർക്കമില്ല. ഒരു പക്ഷേ അത് സമാനമായ അനുഭവമുള്ള മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ മന്ത്രിസഭയിൽ ഇന്നലെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ മുൻ ഡിപ്ലോമാറ്റ് കൂടിയായ ഒരു വ്യക്തി കൂടി ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ S. ജയശങ്കർ തന്നെയായിരിക്കും ഈ വിദേശകാര്യമന്ത്രി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹർദീപ് സിംഗ് പുരിയുടെ പേര് ചിലയിടത്ത് കേൾക്കുന്നുണ്ട് എങ്കിൽ കൂടി അത് സംബന്ധിച്ച വ്യക്തത ഇനിയും വരാനുണ്ട്. നമുക്കറിയാവുന്നതാണ്, 74 ബാച്ച് IFS ഓഫീസറായിരുന്നു അദ്ദേഹം. പരിണതപ്രജ്ഞനായ ഒരു വിദേശകാര്യ വിദഗ്ധൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിദേശകാര്യ വിഷയങ്ങളിൽ അവഗാഹമുള്ള 2 പേർ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണെങ്കിലും S. ജയശങ്കറിലേക്ക് തന്നെയാണ് സാധ്യതകൾ നീളുന്നത്. മറ്റൊരു പ്രധാന പ്രത്യേകത അല്ലെങ്കിൽ വിഷയമെന്ന് പറയുന്നത് പീയൂഷ് ഗോയലിൻ്റെതാണ്. പീയൂഷ് ഗോയലിൻ്റെ ബൈ പ്രൊഫഷൻ അദ്ദേഹം വളരെ മുതിർന്ന ഒരു ഓഡിറ്ററാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അദ്ദേഹത്തിന് കണക്കുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു സാമ്പത്തിക രംഗത്തെ ഷെയർ മാർക്കറ്റുകളുടെയൊക്കെ കാര്യത്തിലുള്ള വലിയൊരു അവഗാഹം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ധനകാര്യമന്ത്രിയായി പരിഗണിക്കുന്നതിനുള്ള സാധ്യതയിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുന്നുവെന്ന ചില നിരീക്ഷണങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. പക്ഷേ നിർമ്മല സീതാരാമൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായൊരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഈ രാജ്യം സഞ്ചരിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, രാജ്യത്തെ മികച്ച സാമ്പത്തിക ശക്തികളിലൊന്നായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വൻ മുന്നേറ്റം നേടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് തീർച്ചയായും ഈ രംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ ധനകാര്യ മന്ത്രാലയത്തിന് നേതൃത്വം നൽകുന്ന നിർമ്മല സീതാരാമൻ്റെ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു. ഒരു പക്ഷേ ധനകാര്യ വകുപ്പ് അവരിലൂടെ തുടർന്നേക്കാമെന്നുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മറ്റൊരു പ്രധാന വിഷയം, നേരത്തെ നമുക്കറിയാവുന്നത്
ഈ ദേശീയപാതകളുടെ നിർമ്മാണത്തിൻ്റെയും ദേശീയപാത നിർമ്മാണവും വികസനം നമുക്ക് 2014 വരെയുള്ള ദേശീയപാതകളുടെ കണക്കെടുക്കുമ്പോൾ 9 കിലോമീറ്ററാണ് ഒരു ദിവസം ദേശീയപാതയുടെ പണി പൂർത്തിയായിരുന്നത്. ഇന്ന് അത് 30 കിലോമീറ്ററിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ഏറ്റവും ഉയർന്ന ദേശീയപാതയുടെ ഇന്നലെയൊക്കെ പത്രങ്ങളിലൊക്കെ ചില പറഞ്ഞിരുന്നത് 13 to 30 എന്നായിരുന്നു. അതായത് ഏറ്റവും ഉയർന്ന നിരക്ക് 13 കിലോമീറ്റർ പെർ ഡേ എന്നായിരുന്നു മോദി സർക്കാർ അധികാരത്തിന് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു നിരക്കായിരുന്നെങ്കിൽ അത് 30ലേക്ക് എത്തിച്ച ഒരു സാഹചര്യമാണ് നിതിൻ ഗഡ്കരിയുടെ കാലഘട്ടത്തിലുണ്ടായത്. വൻ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെടെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്. കേരളത്തിൻ്റെ ദേശീയപാതകൾ കേരളത്തിൻ്റെ രണ്ടറ്റങ്ങൾ മുട്ടുന്നൊരു സാഹചര്യം വരെ കൃത്യമായി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിലെല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ എക്സ്പെർട്ടൈസ് മറ്റൊരു രംഗത്തേക്ക് കൂടി, പാർലമെൻ്ററി രംഗത്തേക്ക് കൂടി പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹത്തെ പാർലമെൻ്ററി കാര്യ ക്യാബിനറ്റ് മിനിസ്റ്ററാക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ കിഷൻ റെഡ്ഡിയുടെ പദവിയിലും സമാനതകൾ തുടരുമെന്ന ചില സൂചനകൾ വരുന്നുണ്ട്. എന്തു തന്നെയായാലും ക്യാബിനറ്റ് മിനിസ്റ്റർമാരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായാൽ സഹമന്ത്രിമാരുടെ കാര്യത്തിൽ വളരെ കൃത്യമായ നിഗമനങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ അതീവ ഗൗരവതരമായ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കുന്ന ഈ വിഷയങ്ങളൊന്നും തന്നെ അനൗദ്യോഗികമായി പുറത്തു വരാനുള്ള സാധ്യത വളരെ പരിമിതമാണ് BJP എന്നൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ മാറിമറിയാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. തീർച്ചയായും പേഴ്സണൽ മിനിസ്ട്രി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി പരമ്പരാഗതമായി, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാനേജ് ചെയ്യുന്ന പല വിഭാഗങ്ങളുണ്ട്. പബ്ലിക് ഗ്രീവൻസ് ഉണ്ട്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അത്തരത്തിലുള്ള ഇന്ത്യൻ സിവിൽ സർവീസസിൻ്റെ നേതൃത്വം വഹിക്കുന്ന അല്ലെങ്കിൽ IAS IPS ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണ നിയന്ത്രണ ചുമതലയുള്ള വകുപ്പായ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നും പ്രധാനമന്ത്രി തന്നെയാണ് നിയന്ത്രിക്കുന്നത്. പബ്ലിക് ഗ്രീവൻസ്, അത്തരത്തിലുള്ള ചില വ്യവസ്ഥാപിതമായ പ്രധാനമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്ന ചില വകുപ്പുകളുണ്ട്. അത് CBIയുടെ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതുപോലെ തന്നെ തുടരുമെങ്കിലും പ്രധാനമന്ത്രിയുടെ ചില വകുപ്പുകളിൽ ചില പ്രത്യേകതകളുണ്ടാകും. മറ്റു ചില, അതായത് ചില വികസനോന്മുഖമായ നയങ്ങൾ രൂപീകരിക്കുന്ന ചില വകുപ്പുകൾ കൂടി ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ചില സൂചനകളെല്ലാം തന്നെ വരുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് അത് ഷഫ്ലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ആ ഷേപ്പിങ്ങിനെയോ സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഓഫീസ് കൃത്യമായ പ്രവർത്തനങ്ങൾ, അതായത് ഇന്നലെ രാത്രി മുഴുവൻ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഓഫീസ് പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇനി മന്ത്രിസഭാ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ, അതായത് മന്ത്രിസഭയുടെ അടിസ്ഥാന സ്വഭാവം എങ്ങനെയെന്ന് പ്രഖ്യാപിക്കുന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തു തന്നെയായാലും 31 അംഗമുള്ള ക്യാബിനറ്റ്, പ്രധാനമന്ത്രി ഉൾപ്പെടെ 30 ക്യാബിനറ്റ് മിനിസ്റ്റർമാരുടെ, പ്രധാനമന്ത്രിയും 30 ക്യാബിനറ്റ് മിനിസ്റ്റർമാരും ഉൾപ്പെടുന്ന 31 അംഗ ക്യാബിനറ്റ് യാഥാർത്ഥ്യമാകുമ്പോൾ പോർട്ട്ഫോളിയോയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ളവരുടെ വകുപ്പുകൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമുഖരും പുതുമുഖങ്ങളും ഉൾപ്പെടെ ഇടം പിടിച്ചിട്ടുള്ള മൂന്നാം മോദി സർക്കാരിൻ്റെ ക്യാബിനറ്റ്, അതിൽ വകുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നുള്ളതാണ്. ഐസം തുടരുമ്പോൾ ജിഷ്ണുവിലേക്ക് പോകേണ്ടതുണ്ട്. ജിഷ്ണു, മൂന്നാം ഊഴത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം, ഒന്നാം മോദി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന രണ്ടാം ടേമിൽ BJP ദേശീയ അധ്യക്ഷ പദവി അലങ്കരിച്ച JP നദ്ദയുടെ വകുപ്പൊക്കെ സംബന്ധിച്ച് മാത്രമല്ല, ഒരുപക്ഷേ ദേശീയ അധ്യക്ഷൻ ആരായിരിക്കും ഇനി ഉള്ളത് എന്നൊക്കെ സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം കൂടുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അത് പ്രധാനമായി പോർട്ട്ഫോളിയോ ഒക്കെ സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയണം. മാത്രമല്ല, ഈ 100 ദിന കർമ്മ പദ്ധതി ഉണ്ടല്ലോ, നമ്മൾ തുടക്കം മുതൽക്ക് തന്നെ പറഞ്ഞ പ്രധാനമന്ത്രി കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വരുന്നതിന് മുൻപേ അതിൽ തന്നെ ശ്രദ്ധ ഊന്നിക്കൊണ്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അജണ്ട, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീണ ആവാസ് യോജനയൊക്കെയുമായി ബന്ധപ്പെട്ടായിരിക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുക എന്നൊക്കെയുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണണം നമുക്ക്? ലക്ഷ്മി, ഇന്ന് വൈകിട്ടാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതിനു മുൻപായി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യ ഫയൽ, മൂന്നാം മോദി മന്ത്രിസഭയിലെ ആദ്യ ഫയൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവെച്ചിരിക്കുകയാണ്. അത് കിസാൻ സമ്മാൻ നിധി, പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയും വിതരണവുമായി ബന്ധപ്പെട്ട ഫയലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവെച്ചിട്ടുള്ളത്. അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. മോദി സർക്കാർ എപ്പോഴും കർഷകരുടെ ഉന്നമനം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ഫയൽ ഒപ്പുവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. കിസാൻ സമ്മാൻ നിധി വിതരണവുമായി ബന്ധപ്പെട്ട ഫയലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം തന്നെ ഒപ്പുവെച്ചിട്ടുള്ളത്. അല്പസമയങ്ങൾക്കകം തന്നെ
കേന്ദ്ര മന്ത്രിസഭയിൽ അംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആരെല്ലാം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യും എന്നുള്ളത് നിർണായകമായ ചോദ്യമാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്നുള്ള ചില നേതാക്കൾ വകുപ്പുകൾ മാറ്റങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മുതിർന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇത്തവണയും കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഒപ്പം ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ഒരു ടേം മുഴുവൻ BJP-യുടെ സംഘടനാ സംവിധാനം ചലിപ്പിച്ചിരുന്ന BJP-യുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ, അദ്ദേഹം ഒന്നാം മോദി സർക്കാരിൽ അംഗമായിരുന്നു, കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് സംഘടനാ ചുമതല വഹിച്ചിരുന്ന അമിത്ഷാ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയതിനെ തുടർന്നായിരുന്നു JP നദ്ദ BJP-യുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യം വർക്കിംഗ് പ്രസിഡന്റായും പിന്നീട് പ്രസിഡന്റായും സംഘടനാ ചുമതലയിലേക്ക് മാറിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ JP നദ്ദയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഏത് പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയത്തിലും മന്ത്രിമാരെ മാറാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് BJP-യിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ധനമന്ത്രാലയത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നിർമ്മല സീതാരാമന് പകരം വേറൊരു നേതാവ് ധനമന്ത്രാലയം കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകൾ പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ഊഹങ്ങൾ മാത്രമാണ്. BJP-യെ സംബന്ധിച്ച് മന്ത്രിസഭാ രൂപീകരണം അല്ലെങ്കിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലും അവസാന നിമിഷം വരെ സസ്പെൻസ് കാത്തുസൂക്ഷിച്ചിരുന്നു. അതിന് സമാനമായി തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുയിടത്തിലേക്ക് ലഭ്യമായിട്ടില്ല. രാഷ്ട്രപതി ഭവനിൽ നിന്ന് സംബന്ധിച്ചൊരു വിജ്ഞാപനം പുറത്തിറങ്ങും. അപ്പോൾ മാത്രമേ നമുക്ക് ഏതെല്ലാം മന്ത്രിമാരാണ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്, ഒപ്പം കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഏത് വകുപ്പുകൾ ലഭ്യമാകും, ഏതെല്ലാം വകുപ്പുകളിലായിരിക്കും അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാവുക. ഏതായാലും സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും മന്ത്രിസ്ഥാനം സംബന്ധിച്ചും കേരളം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. കേരളത്തിൽ മോദി സർക്കാരിൽ വ്യക്തമായ അർഹമായ പ്രാതിനിധ്യം ലഭ്യമായി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ചൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകും. വൈകിട്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കിസാൻ സമ്മാൻ നിധിയുടെ ഫയലാണ് അദ്ദേഹം ആദ്യമായി തന്നെ ഒപ്പുവെച്ചിട്ടുള്ളത്. ലക്ഷ്മി. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പായസനിലേക്ക് പോവുകയാണ്. നമുക്കറിയാം രാഷ്ട്രീയ തലവന്മാർ കൂടാതെ വ്യവസായികളൊക്കെ ഈ ചരിത്രപരമായ നേട്ടമുണ്ടല്ലോ മോദി സർക്കാരിന് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിൽ അനുമോദനം അറിയിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആനന്ദ് മഹീന്ദ്ര, ബിൽഗേറ്റ്സ് തുടങ്ങിയവർ. ബിൽഗേറ്റ്സുമായി നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടത്തിയ സംഭാഷണത്തിൽ ശ്രീ നരേന്ദ്രമോദി സെർവിക്കൽ ക്യാൻസറിനായി പ്രാദേശിക ഗവേഷണത്തിന് ശാസ്ത്രജ്ഞർക്ക് ഫണ്ട് അനുവദിക്കും, എല്ലാ പെൺകുട്ടികൾക്കും വാക്സിനേഷൻ തുടങ്ങി. മാത്രമല്ല സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടും വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ബിൽഗേറ്റ്സിന്റെ അനുമോദനം വന്നിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും ലക്ഷ്മി, ബിൽഗേറ്റ്സിൻ്റെ അനുമോദനം എന്നതിലെ ആദ്യത്തെ വരി നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഓൺ വിന്നിംഗ് ഓഫ് തേർഡ് ടേം ആസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന സ്വാഭാവികമായ ഒരു സല്യൂട്ടേഷനാണ്. തുടർന്നുള്ള വരികളിലാണ് അദ്ദേഹം എത്ര കണ്ട് ഗൗരവത്തോടെ പ്രധാനമന്ത്രിയെ കാണുന്നു, അല്ലെങ്കിൽ എത്ര കണ്ട് പ്രതീക്ഷയോടെ പ്രധാനമന്ത്രിയെ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആഗോള തലത്തിലുള്ള ഇന്നോവേഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സായി, ഉറവിടമായി ഭാരതം മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ കൃഷി, സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഈ രംഗങ്ങളിലെല്ലാം തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ ഈ ഇന്നോവേഷൻ്റെ ഒരു ഉറവിടമായി ഭാരതത്തെ മാറ്റിയ നേതാവ് അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തിന് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ലോകത്തിന് ആ നേതൃപാടവം ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകളിലാണ് ചില ആശയങ്ങൾ വളരെ കൃത്യമായി പറയുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇന്നലെ പ്രധാനമന്ത്രിയെ അദ്ദേഹം അധികാരമേറ്റു, സത്യപ്രതിജ്ഞ ചെയ്തു, ഇന്ന് അധികാരമേറ്റു. ഇപ്പോൾ ഫയലുകളൊക്കെ നോക്കി തുടങ്ങി എന്ന വിവരങ്ങൾ ജിഷ്ണുവൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു. എങ്കിൽ കൂടി അദ്ദേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായൊരു വീക്ഷണം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗോള കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ളൊരു അംഗീകാരം, അതായത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്നതിനപ്പുറം ലോകത്തിന് നേതൃത്വം നൽകുന്ന, വിശ്വഗുരുവായി ലോകത്തിന് നേതൃത്വം നൽകുന്ന, ലോകത്തിൻ്റെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, അത് പ്രധാനമായും എടുത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരോഗ്യം, കൃഷി, സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇതെല്ലാം തന്നെ മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ ഓരോ പൗരനെയും ഓരോ സാധാരണ മനുഷ്യനെയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ആരോഗ്യത്തിൻ്റെ കാര്യമാകാം, കൃഷിയാകാം, സ്ത്രീ ശാക്തീകരണം തീർച്ചയായും ഈ ലോകത്ത് ഏറ്റവും ശക്തമായി നടപ്പാക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഈ ഡിജിറ്റൽ യുഗത്തിൽ, അതായത് അറിവിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അറിവ് എങ്ങനെ കണ്ട് വ്യാപിപ്പിക്കണം, അല്ലെങ്കിൽ പുരോഗമനാത്മകപരമായി അറിവിനെ ജനങ്ങൾക്ക് എത്തിക്കണം, ജനങ്ങളിലേക്ക് എത്തിക്കണം, അതുപോലെ അത് സാധ്യമാക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ ഡിജിറ്റൽ ഇൻക്ലൂഷനിലൂടെയാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസിയിലൂടെയാണ്. അതിൻ്റെ എല്ലാം പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന ഒരു പ്രധാനമന്ത്രി, അതായത് ഈ ഭാരതത്തിൻ്റെ
ലോകത്തിൻ്റെ പ്രധാനമന്ത്രി എന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ലോകത്തിന് നേതൃത്വം നൽകണമെന്ന ഒരു ആശംസയാണ് ബിൽഗേറ്റ്സിനെ പോലെ വലിയൊരു മനുഷ്യൻ, അതായത് ഈ ലോകത്തിനെ ഡിജിറ്റൽ സാക്ഷരതാവൽക്കരിക്കുന്നതിൽ, ലോകത്തെ ഡിജിറ്റൽ പ്രോലിഫറേഷന് തന്നെ തുടക്കകാലത്ത് തുടക്കം കുറിച്ച ലോകത്തെ ബില്യണയറായി മാറിയ ഏറ്റവും ധനാഢ്യനായി മാറിയ ബിൽഗേറ്റ്സ് തന്നെ പറയുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ആശയം. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.